ആരോഗ്യരംഗത്തെ ദുരിതത്തിന് മന്ത്രി വീണ ജോർജ് മറുപടി പറയേണ്ടി വരുമെന്ന് കുമ്മനം രാജശേഖരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യമേഖല തകർന്ന് തരിപ്പണമായി. ഏത് സർക്കാർ ആശുപത്രിയിലും ജനങ്ങൾ ദുരിതം നേരിടുകയാണ്. തന്റെ സ്ഥാനാർത്ഥിത്വം ആറന്മുളയിലെ ജനങ്ങൾ ആഗ്രഹിച്ചതാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേൾക്കാം. ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പേരായി മാറുകയാണ് ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ. അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ ആറന്മുളയിൽ മത്സരിക്കാൻ വേണ്ടി അതൊരു പ്രവർത്തന മണ്ഡലം കൂടിയായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ്? സ്ഥാനാർത്ഥിത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ തീർച്ചയായിട്ടും എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു കാലത്ത് ആറന്മുളയിൽ വളരെയധികം സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സഹായിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എൻ്റെ കഴിഞ്ഞകാല പൊതുപ്രവർത്തന ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം വിലയിരുത്തി നോക്കുന്ന സന്ദർഭത്തിൽ ഇതൊരു ജനങ്ങളെ വീണ്ടും സ്നേഹിക്കാനും സേവിക്കാനും കിട്ടുന്ന ഒരു നല്ലൊരു അവസരമായിട്ടാണ്. ആറന്മുള സ്ഥിതി ചെയ്യുന്ന ജില്ല വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ശബരിമല വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ചർച്ചയാകില്ലേ? അതൊരു പ്രചരണ വിഷയമാണ്. തീർച്ചയായിട്ടും ചർച്ചയാണല്ലോ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആറന്മുള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ജനങ്ങൾ അത് തന്നെയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റിനെതിരെ പ്രതികരിക്കുന്ന സ്വഭാവമാണ് ജനങ്ങൾക്ക്. അതിൻ്റെ അകത്ത് മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല, രാഷ്ട്രീയവും. തെറ്റിനെതിരെ സമൂഹത്തിന് തിന്മയുണ്ടാക്കുന്ന കാര്യങ്ങൾക്കെതിരെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ജനങ്ങൾ. അതുകൊണ്ട് നന്മയോടൊപ്പം ഞാനുമുണ്ട്, ജനങ്ങളോടൊപ്പം ഞാനുമുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ്. അപ്പോൾ ആറന്മുളയിൽ മത്സരിക്കുന്നത് ഇത്തവണ വീണ്ടും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വീണ ജോർജാണ്. അപ്പോൾ ആരോഗ്യരംഗത്തെ വിഷയങ്ങൾ ഇത്തവണ പ്രചാരണത്തിൽ വളരെ സജീവമായി വരുന്നു. തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ഒരു വളരെ വലിയൊരു വിഷയമാണ്. ആരോഗ്യരംഗം ഇപ്പോൾ വെന്റിലേറ്ററിലാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം. തകർന്ന് തരിപ്പണമായി. ഈ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജായിരുന്നാലും കോട്ടയം മെഡിക്കൽ കോളേജായിരുന്നാലും ഏത് ഗവൺമെൻറ് ആശുപത്രികളിലെല്ലാം ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പ്രൈവറ്റ് മേഖലയിലേക്ക് ആശുപത്രികളിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് മന്ത്രി മറുപടി പറയേണ്ടി വരും. ഒരിക്കൽ കൂടി പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങുകയാണ് കുമ്മനം രാജശേഖരൻ. തൻ്റെ ആറന്മുളയിലെ പ്രവർത്തന പരിചയമൊക്കെ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ സഹായകരമാകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ശബരിമലയും ആരോഗ്യരംഗവും അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.